അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് ദീനായിരുന്നത് എന്താണോ അതേ ഇന്നും ദീനാകാൻ പറ്റൂ. പ്രവാചകന്റെ കാലത്ത് ജന്മദിനാഘോഷം ആഘോഷിക്കൽ പറയപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരു പറയും അന്ന് മദ്ഹ് പറയലില്ലേ, അതല്ലേ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിൽ ഞങ്ങൾ സന്തോഷിക്കുകയും മദ്ഹ് പറയുകയും ചെയ്യുകയല്ലേ ഉള്ളൂ. എങ്കിൽ അതിന് പ്രത്യേകം പുണ്യം പഠിപ്പിച്ചതാരാ? ചില അറബി കിതാബുകളിൽ അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ, അത് ആ രൂപത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ചില പണ്ഡിതന്മാർ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയ ചില കിതാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ്. പക്ഷെ തെളിവുദ്ധരിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സംഗതിക്ക് എങ്ങനെ നമുക്ക് പുണ്യം നിശ്ചയിക്കാൻ പറ്റും? അതുകൊണ്ട് അന്നില്ലാത്ത ആ ആചാരം എങ്ങനെ മതത്തിൽപ്പെട്ടതാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതെങ്ങനെ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകതയുള്ളതാകും? ഇതെങ്ങനെ രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാകും? ഇത് ആഘോഷിക്കാത്തവർ എങ്ങനെ പുത്തൻവാദികളാകും? ഇത് കൊണ്ടാടുന്നവർ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും അവർ പരലോകത്ത് ചുളിവിൽ സ്വർഗത്തിലെത്തിപ്പെടുമെന്ന് അല്ലേ ചില ഉസ്താദന്മാർ എഴുതി വച്ചില്ലേ? ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ പുതുനിർമ്മിതികളായത് കൊണ്ട് തന്നെ ഇതെല്ലാം തള്ളപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിക്കാത്തൊരു കർമ്മം ആരെങ്കിലും ദീനിലേക്ക് കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നവനെയും കൊണ്ടുവന്നതിനെയും തള്ളണം. അത് പുത്തൻ ആചാരമാണെന്ന് നബി പഠിപ്പിക്കുകയാണ്. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു ആഘോഷം അന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് തള്ളപ്പെടണം. അത് ഇവര് തന്നെ സമ്മതിച്ചു. നമ്മൾ പറഞ്ഞിരുന്ന പ്രശ്നം വേണ്ട. പേരോട് സഖാഫി ഇത് ദീനിലില്ലാത്തതെല്ലാം തള്ളപ്പെടണം തന്നെ അദ്ദേഹം തന്നെ പ്രസംഗിക്കാൻ. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അതെ, അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളും സമ്മതിച്ചതാണ്. നബിയുടെ കാലഘട്ടത്തിൽ അതില്ല. പിന്നെ എങ്ങനെ അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാകും? സ്വഹാബികൾക്ക് ആ പുണ്യം കിട്ടിയോ? സലഫുകളായ 3 തലമുറകൾക്ക് ആ പുണ്യം കിട്ടിയോ? അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശൈഖിന് ആ പുണ്യം കിട്ടിയോ? അതുപോലെ റിഫായി ശൈഖിന് ആ പുണ്യം കിട്ടിയോ? അയിമ്മത്തുൽ അർബഇൽപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ആ പുണ്യം കിട്ടിയോ? ഇല്ല. ആ പുണ്യം ആരാണ്? നിങ്ങളെ വാദപ്രകാരം ആ പുണ്യം കൊണ്ടുവന്നതാരാണ്? അതാരാണെന്ന് ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ ഞാൻ പറയാം. ഇനി നോക്കൂ നിങ്ങളെ, നമ്മുടെ നാടുകളിലൊക്കെ വൈറലായ ഒരു പ്രഭാഷകനാണല്ലോ സിംസാറുൽ ഹഖ് ഹുദവി. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നു, നബിയുടെ കാലഘട്ടത്തിലുള്ളതല്ല, സഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ളതല്ല ഇത് എന്ന്. അതെ, അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറഞ്ഞത് എന്താണ്? നബിയുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും ഇല്ല എന്നുള്ളത് ശരി തന്നെ. എന്നാൽ അന്നില്ലാത്തതൊക്കെ എതിർക്കപ്പെടേണ്ടതാണോ? അങ്ങനെ ആർക്കും വാദമല്ല. ഇവിടെ ഒരാൾ ബസ്സിൽ പോകുന്നുണ്ട്, കാറിൽ പോകുന്നുണ്ട്. ആധുനിക സംവിധാനങ്ങൾ, ഭൗതിക സംവിധാനങ്ങൾ, മതത്തിന്റെ ഭാഗമല്ലാത്തതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണെന്ന് നമ്മൾ ആരും പറയണില്ല. പക്ഷെ ഇവർ പ്രത്യേകം പ്രതിഫലം പഠിപ്പിക്കുന്ന, അതായത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് എന്നും 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നും പറയുമ്പോൾ അത് പ്രത്യേകം റസൂലുള്ളാഹി പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അതെവിടെയാണെന്നുള്ളത് നമ്മൾ ചോദിക്കണേ. പക്ഷേ ചില ഉസ്താദന്മാർ ചോദിക്കാറുണ്ട്, നബിയുടെ കാലഘട്ടത്തിൽ മോണിറ്റർ ഇല്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ലേ? നബിയുടെ കാലഘട്ടത്തിൽ ക്യാമറ ഇല്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ലേ? നബിയുടെ കാലഘട്ടത്തിൽ മൈക്കില്ല, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അതുകൊണ്ട് അത് ബിദ്അത്താകുമോ?
ഇവര് പൊട്ടൻ കളിക്കുകയാണോ അതല്ല യഥാർത്ഥത്തിൽ പൊട്ടന്മാരായതുകൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ത് മൈക്ക് ഉപയോഗിച്ചാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം കിട്ടും, മൈക്ക ഇല്ലാതെ പ്രസംഗിക്കുന്നതിനേക്കാൾ പറയാറുണ്ടോ? കാറിൽ പോയാൽ അല്ലേ 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷത്തേക്കാൾ വലിയ കൂലി കിട്ടും, നമ്മൾ പറയുന്നുണ്ടോ? അതൊക്കെ ചില ഭൗതിക സംവിധാനങ്ങളാണ്. ഇനി കാലം കഴിയുമ്പോൾ അത് വീണ്ടും മാറി മാറി വരും. അതിലൊന്നും നമ്മുടെ ഒരു മതത്തിന്റെ ആചാരമായി മതത്തിന്റെ ഭാഗമായി ചേർത്ത് വായിക്കാറില്ല. അതാണ് സിൻസാറിലൊക്കെ ഉദവി പറഞ്ഞത്, അന്നില്ലാത്തതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ടോ? ഇല്ല. മതത്തിന്റെ ഭാഗമല്ലാത്ത മത പ്രമാണങ്ങൾക്കെതിരല്ലാത്ത ഭൗതിക സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതുപോലെയാണോ നബിദിനാഘോഷം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു ഭാഗത്ത് ഇവർ ഇത് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ഈ വിഭാഗത്തിലെ ആളുകൾ പറയുമ്പോഴും സിൻസാറിലൊക്കെ ഉദവിയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? മുസ്ലിയാക്കന്മാർ ഒരു വിഭാഗം ചില മുസ്ലിയാക്കന്മാർ പറയുന്നത് ഈ മൗലിദാഘോഷം നബിദിനാഘോഷം ആദ്യമായി ആഘോഷിച്ചതാരാണ്? മഹാനായ നബിതങ്ങളാണ് എന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആടിനെ അറുത്ത് വിതരണം ചെയ്തു എന്ന് പറയുന്നത് പച്ചക്കളവാണ്. കാരണം ഇവരുടെ ഉസ്താദന്മാർ തന്നെ പറഞ്ഞു അന്നില്ലാത്ത ആഘോഷമാണത്. ഇവിടെ അൽ മുഅല്ലിം മാസികയിൽ പറഞ്ഞു അന്നില്ലാത്തതാണ്. തഴവ പറഞ്ഞു അന്നില്ലാത്തതാണ്. പള്ളി ദർസുകളിൽ ഓതി പഠിപ്പിക്കുന്ന അത് ഇയാനത്ത് ത്വാലിബീനിൽ സയ്യിദുൽ ബക്കരിയുടെ ഇയാനത്ത് ത്വാലിബീനിലെ 3-ാം വാള്യത്തിൽ പറയുന്നു നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ എങ്ങനെയാണോ ഇത് എന്താ പറയാ നബി ആഘോഷിച്ചു, നബിയാണത് ഉദ്ഘാടനം ചെയ്തെന്ന് പറയാൻ പറ്റുക? അപ്പൊ ഈ വൈരുദ്ധ്യം എങ്ങനെയുണ്ടായി? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഈ മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പച്ചക്കളവ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ കദബ അലയ്യ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ മേൽ ആരാണോ കളവ് പറയുന്നത് അവൻ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ. അപ്പൊ ഈ പറഞ്ഞ മുസ്ലിയാരപ്പം നമ്മൾ ഏത് വിഭാഗത്തിൽ എണ്ണണ്ട്? നമ്മൾ പറയണില്ല, ശ്രോതാക്കളായ നിങ്ങൾ തീരുമാനിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് ഉണ്ട് എന്ന് പറയുന്നവർക്കുള്ള തെളിവെന്താ? പൊന്മള പറയുന്നുണ്ട്. ഏതാണ് അവർക്ക് അവലംബിക്കാനുള്ള പ്രധാന തെളിവെന്ന് അദ്ദേഹം പറയുന്നു, കേട്ടു നോക്കൂ. അപ്പൊ ഏതായിരുന്നാലും നബി തങ്ങളുടെ കീർത്തനങ്ങൾ നടത്തുക എന്നത് നബി നടത്തിയതും സഹാബത്ത് നടത്തിയത് നബി തങ്ങൾ അംഗീകരിച്ചതുമാണ്. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ആ ദിവസം തന്നെ പ്രത്യേകമായി ഒരു അമൽ കൊണ്ട് ആദരിക്കുക എന്നത് നബി തങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തതുമാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഖുലഫാഉർ റാഷിദുകളെല്ലാം ഈ മൗലിദ് പരിപാടി നടത്തിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലമീൻ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞു കാണും. അപ്പൊ പൊന്മള പറഞ്ഞത് നിഅമത്തുൽ കുബ്രയിൽ ഇബ്നു ഹജർ പറഞ്ഞു എന്നാണ്. വലിയ നിഅമത്തായിട്ട് കൊണ്ടുവരുന്ന തെളിവാപ്പത്. ഇതിപ്പോ ആരാന്നറിയങ്ങള്? സമസ്തയുടെ AP സമസ്തയുടെ വലിയ എന്താ പറയാ മുഫ്തിയായി അറിയപ്പെടുന്ന ആളാണ് പൊന്മള. അദ്ദേഹം ഒരു മതരംഗത്ത് ഏറ്റവും നിർണായകമായ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണെന്ന് പഠിപ്പിക്കപ്പെട്ട, 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഈ നബിദിനം ആഘോഷിക്കുന്ന പറഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും ഓൻ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ സഹോദരൻ, അതിനൊക്കെ തെളിവ് നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബാണ്. ഇബ്നു ഹജറിന്റെ കിതാബാണെന്നൊക്കെ പറയുമ്പോൾ ശ്രോതാക്കൾ വിചാരിക്കുന്നത് ഇബ്നു ഹജർ അസ്കലാനിയാണ്. അതായത് സ്വഹീഹുൽ ബുഖാരിക്ക് 25 കൊല്ലം എടുത്ത് ത്യാഗോജ്വലമായ പരിശ്രമങ്ങളിലൂടെ ശറഹ് എഴുതിയ മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു ഹജർ അസ്കലാനി അല്ലാതെ ഇവരുടെ പല ഖുറാഫാത്തുകൾക്കും കൂട്ടുപിടിക്കുന്ന, തെളിവ് പിടിക്കുന്ന ഇവരുടെ വലിയ ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന ഇബ്നു ഹജറിൽ ഹൈത്തമിയുടെ ഗ്രന്ഥമാണ് ഈ നിഅമത്തുൽ കുബ്ര എന്നുള്ളതാണ്. ആരാ പറഞ്ഞത്? അതാണത്ര ഇവർക്ക് മൗലിദ് ആഘോഷിക്കാനുള്ള തെളിവായിട്ട് കൊണ്ടുവരാനുള്ളത്. എന്നാൽ അങ്ങനെ ഒരു ഗ്രന്ഥം ഇബ്നു ഹജറിനുണ്ടോ? നമ്മൾ പറയണ്ട, പേരോട് പറയട്ടെ, പേരോട് സഖാഫി പറയട്ടെ. നബിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രചിച്ച ഇത്മാമുൻ നിഅമത്തിൽ കുബ്ര അലൽ ആലം ബിമൗലിദി സയ്യിദി വൽദി ആദം എന്ന മഹത്തായ മൗലിദ് ഗ്രന്ഥത്തിൽ നിഅമത്തുൽ ആലം എന്ന പേരിൽ ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് തുർക്കിയിൽ നിന്ന് അച്ചടിച്ച് കിട്ടി അയച്ചു തന്ന ഒരു മൗലിദ് കിതാബ് എന്ന പേരിൽ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടേതാണ് എന്ന പേരിൽ അച്ചടിക്കപ്പെട്ട ഒന്ന് ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു. അത് ഏകദേശം 40 വർഷത്തിൻ്റെ മേലെയായി. പക്ഷേ ആ അച്ചടിച്ച് കിട്ടിയത് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ നിഅമത്തുൽ കുബ്ര എന്ന മൗലിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല. കാരണം അത് വായിക്കുമ്പോൾ തന്നെ അത് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റേതല്ല എന്ന് ബോധ്യപ്പെട്ടു. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു 3 മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലുതാണ് ഇത്മാമുൻ നിഅമത്തിൽ കുബ്ര അലൽ ആലം ബിമൗലിദി സയ്യിദി വൽദി ആദം എന്ന മൗലിദ് കിതാബ്. അത് ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദുകളെ സംബന്ധിച്ചൊക്കെ പറയുന്ന കിതാബും കൂടി നോക്കുമ്പോൾ അത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടേതാണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ അല്ല എന്നും വ്യക്തമായി ബോധ്യപ്പെട്ടു. കഴിഞ്ഞ കൊല്ലം ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ പഠനം നടത്തി. അപ്പോൾ കേരളത്തിൽ അത് ഫ്രീ ആയിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് അച്ചടിച്ചിങ്ങനെ ഒരാൾ വിതരണം ചെയ്യുന്നുണ്ട്, വലിയ പൈസ. അപ്പൊ ഇത് പേരോട് സഖാഫിയോടും അതുപോലെയുള്ള സഖാഫിമാരോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ഉസ്താദിന് പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കണത്, പൊൻമളക്ക് പോയി പറഞ്ഞു കൊടുക്കണം. അതൊരിക്കലും ഇബ്നു ഹജറിന്റെ ഗ്രന്ഥമല്ല, ആ ഗ്രന്ഥമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തിയാലും ശരി, നിഅമത്തുൽ കുബ്രയിൽ ഉണ്ടെങ്കിലും ശരി, അതെങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻഗാമി പ്രവാചകന്റെ കാലഘട്ടത്തിലെ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും പഠിപ്പിക്കാത്ത ആ സംഗതി ആര് പറഞ്ഞാലും പിന്നെ എങ്ങനെ തെളിവാകുക? കാരണം നമുക്ക് കൂറ് അള്ളാഹുവോടാണ്, അവന്റെ റസൂലിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. സഹാബികൾ അതിനെ കണ്ട് എന്ത് മനസ്സിലാക്കിയോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. അതാണ് സലഫുകളുടെ ജീവിത രീതി. അതാണ് എന്റെ സംസാരത്തിന്റെ ആദ്യത്തെ ഞാൻ വീണ്ടും പറഞ്ഞത്. എന്റെ അന്ന് ദീനായത് എന്താണോ അതേ ഇന്നും ദീനാകാൻ പാടുള്ളൂ എന്ന് ഇമാം മാലിക് ബിൻ അനസ് പറയാൻ കാരണം. കണ്ടല്ലോ, ഇപ്പോഴും ഈ കളവ് പൊക്കി പിടിച്ചിട്ട് നമ്മളെ ഈ മർക്കസിൽ പഠിക്കുന്ന കുറേ സഖാഫി കുട്ടികളെ പല മുഖാമുഖങ്ങളിലും ഇതാ നിഅമത്തുൽ കുബ്രയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖാമുഖ വേദികളിൽ വന്നുകൊണ്ട് ചോദിക്കാറുണ്ട്. ഏറ്റവും അവസാനം പോലും വന്ന മുഖാമുഖം ഏതറിയോ? അതും ചോദിച്ചിട്ട് 2015 അവസാനത്തിൽ കൊടുവള്ളിയിൽ നടന്ന ഒരു മുഖാമുഖമാണ്. ആ മുഖാമുഖത്തിൽ ഒരു ഉസ്താദ്, ഒരു സഖാഫി കുട്ടി അതുമായി വന്നപ്പോ അതിന് നമ്മൾ കൊടുത്ത മറുപടിയും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതാ പ്രശ്നം. ഈ സംഭവം നിഅമത്തുൽ കുബ്രയിൽ കൊണ്ടുവന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പച്ച കള്ളത്തരം കൂട്ടിക്കെട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലുണ്ടെങ്കിൽ കടത്തിക്കൂട്ടി തന്നെയാണ്, ഒരു സംശയം. ഇതുണ്ട് ഉറപ്പാണല്ലോ. നിഅമത്തുൽ കുബ്രയിൽ ഇതിലില്ലേ? നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് മത്ബൂ ആയി ലഭ്യമേ അല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സഖാഫി ഒന്നല്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നു. പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ കിതാബുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇൻഷാല്ലക്ക് എത്ര കാലാവധി? കാലാവധി എത്ര ഇൻഷാല്ലക്ക്? എത്ര കാലാവധി ഉണ്ട് ആ ഇൻഷാല്ലക്ക്? ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന കിതാബിനെ ചവിട്ടി കൂട്ടി. എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? അടുത്ത വെള്ളിയാഴ്ച മുഖാമുണ്ട് കൊണ്ടുവരുമോ? നിങ്ങളുടെ മർക്കസിലേക്ക് വന്നോളൂ, ഞങ്ങൾ എടുത്തില്ല. മർക്കസ് തുറന്നിട്ട് എവിടേക്ക് വരാലോ? അങ്ങനെ ഈ കേസ് പോയി തന്നെ ആകെ എടുങ്ങറിയിക്കും. പിന്നെ ഞങ്ങൾ വന്നാൽ നിങ്ങൾ ഓഫീസിലേക്ക് നമ്മൾ വരാനാ? അത് മാത്രല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച മുഖാമുഖുണ്ട്. ഓക്കെ, ഇമാമിങ്ങളെ കാഫിറാക്കലും അവരെ കള്ളന്മാരാക്കലും നിങ്ങളെ പതിവാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് ഈ വിഷയത്തിൽ ഇത് കേൾക്കി, ഇത് മുഴുവനാക്കണ്ടേ? നമ്മൾ ഇൻഷാ അല്ലാഹ് പോയാൽ പറ്റുന്നില്ല, തീരുമാനിക്കണല്ലോ. ഞാൻ പറയുന്നു, ഇമാം ഷാഫിയുടെ പേര് ശുദ്ധമായ കളവാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇമാം ഷാഫിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇബാറത്ത് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് 1 വർഷം സമയം തരാം. 1 വർഷം. ഇന്ന് ഡിസംബർ 15, 2016 ഡിസംബർ 15 വരെ സമയം തന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പറയുന്നു, ഖിയാമത്ത് വരെ കിട്ടിയാലും കൊണ്ടുവരാൻ കഴിയില്ല. 2 ഇമാം ഷാഫിയുടെ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബുകളിൽ കാണിക്കാൻ കഴിയുമോ? അതും പറയുന്നു ഇല്ല. ആ ഒരു കൊല്ലം അതിലും പിടിച്ചോളി, അതും കാണിക്കാൻ കഴിയില്ല. ഇനി ഇമാം ഷാഫിയിൽ നിന്ന് മതം പഠിച്ച ലോകത്തറിയപ്പെട്ട എത്ര ആലിമീങ്ങളുണ്ട്? ഇമാം മാലിക്കിനെ പോലും ഇമാം അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ,
ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹി കിതാബിലുണ്ടോ ഇമാം ഷാഫി പറഞ്ഞു എന്നിട്ട്? ഇനി വേണ്ട, ഇമാം ഷാഫിയുടെ കേക്ക് ഇത് മെച്ചുണ്ട്, ഇത് നരമ്പുമ്പോ പിടിക്കും. ഇമാം ഷാഫിയുടെ ഉദ്ധരണികളെ ഏറ്റവും അധികം ഉദ്ധരിച്ച ആളാണ് ഇമാം ബൈഹഖി. ഷാഫി മദ്ഹബുകാരനാണ്. ആ ഇമാം ബൈഹഖി ഉദ്ധരിച്ചുവോ? ഇമാം ഷാഫി പറഞ്ഞത് ഇല്ല. ഇനി ഷാഫി മദ്ഹബിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത രണ്ടാം ഷാഫിഈ ഇമാം നബവി റഹിമഹുല്ലാ, ആ ഇമാം നബിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇമാം ഷാഫിയുടെ ഈ ഉദ്ധരണി കൊടുത്തുവോ? ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. എല്ലാത്തിനും ഓരോ കൊല്ലം വെച്ച് തരാം, എന്നാലും വിടില്ല, കാണിക്കാൻ കഴിയില്ല. പിന്നുള്ളത് നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബിൽ ഉണ്ട്. അങ്ങനത്തെ കിതാബ് നിങ്ങൾ കണ്ടക്കണോ? ആ നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടക്കണോ? നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. ആ ബുക്ക് എഴുതി അബ്ദുൽ സഖാഫി കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ കിതാബ് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഇനി ചിലപ്പോൾ മൂലാമ തട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി ആ നിഅ്മത്തുൽ കുബ്ര എന്നുള്ള വലിയ നിഅ്മത്തായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് കാര്യമില്ല. കേട്ടല്ലോ. അപ്പൊ അവിടെയും നിഅ്മത്തുൽ കുബ്രയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സഖാഫി കുടുങ്ങിയതാണ്. ആ വെല്ലുവിളി നമ്മൾ നടത്തിയിട്ട് ഇന്നത്തേക്ക് 8 കൊല്ലമായി. ഇപ്പോഴും ആ ഉസ്താദന്മാർ ആ ഗ്രന്ഥം കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടില്ല. അപ്പൊ ദീന് പഠിച്ചവരാണ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള തലപ്പാവുധാരികളായ, നീളം കുപ്പായം ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിലെ പാവപ്പെട്ട സഹോദരിമാരെയും സഹോദരങ്ങളെയും ഇത് വലിയ ദീനിൽ വലിയൊരു പുണ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ബിദ്അത്തുകൾ ചെയ്യിപ്പിച്ച് ആ ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന സലഫികൾക്കെതിരെ ഇവർ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ്, ഇവരാണ് ബുദ്ധൻവാദികൾ, ഇവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടവരാണ്, ഇവർ മുസ്ലിമീങ്ങളല്ല എന്ന് വരെ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. കണ്ടോ, കള്ളൻ പിടിക്കപ്പെട്ടപ്പോ ആൾക്കാരെ കൂട്ടത്തു നിന്ന് കള്ളൻ വേറൊരാളെ ചൂണ്ടിയിട്ട് അതാ കള്ളൻ എന്ന് സ്വന്തം വിളിച്ചു പറഞ്ഞ പോലെ ആണ് ഇവരുടെ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.